ഹലോ ഗൈസ്, വിജ ലോക ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോഴേ ഒരു ചെറിയൊരു പൂരം കാണാൻ പോവുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. ഇവിടുന്ന് ചാലിശ്ശേരി പോകുന്ന വഴിക്കാണ് ആ ഒരു പൂരം. അപ്പോൾ നമ്മൾ മുമ്പ് ഒരു പൂരത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ പോട്ടൂർ പൂരത്തിൻ്റെ കാഴ്ചകളൊക്കെ അടങ്ങി അങ്ങോട്ട് പോയി നമ്മൾ അവിടുത്തെ ഓരോ വരവുകളും കാഴ്ചകളൊക്കെ അടങ്ങിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതാ വീണ്ടും നമ്മളിവിടെ അടുത്തല്ല, ഏകദേശം ചാലിശ്ശേരി പോകുന്ന വഴിക്കാണ് ഈ ഒരു പൂരം ഉള്ളത്. കറക്റ്റ് പ്ലേസ് നമുക്ക് പോകുന്ന വഴി പറയാം. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പൂരക്കാഴ്ചകളും അവിടുത്തെ വരവുകളും പരിപാടികളൊക്കെയാണ്. ചെറിയൊരു പൂരമാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ട് നമുക്ക് റോട്ടിലേക്ക് ഇറങ്ങാം. നല്ല വെയിലുണ്ട്. അങ്ങനെ റോട്ടിലേക്ക് ഇറങ്ങി. നമ്മളിവിടുത്തെ ഒരു റോഡ് പണി കഴിഞ്ഞിട്ടാണ് അത്. അപ്പോൾ ഇത് ഇവിടെ ഒരു മെയിൻ സെൻറ്ററാണ്. ഇതിപ്പോൾ പുതിയ റോഡ് പണി കഴിഞ്ഞതാണ്. ഈ റോട്ടിലൂടെയാണ് നമ്മളിപ്പോൾ പോണത്. നമ്മൾ ആ റോഡ് അങ്ങനെ കഴിഞ്ഞ് പിന്നെ എഞ്ചിനീയർ റോഡ് എന്നുള്ള സ്ഥലം കഴിഞ്ഞ് പിന്നെ പടിഞ്ഞാറങ്ങാടി ടൗണൊക്കെ കഴിഞ്ഞ് പൂനമൂച്ചി കഴിഞ്ഞ് മല റോട്ടിൽ നിന്ന് ചാലിശ്ശേരി പോകുന്ന വഴിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുന്ന് കുറച്ച് അധികം ദൂരമൊന്നുമില്ല. ഇത് ശരിക്കും പാലക്കാട് ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളാണ് ഈ ചാലിശ്ശേരി എന്നൊക്കെ പറയുന്നത്. ചാലിശ്ശേരി വലിയൊരു പൂരമുണ്ട്. ഇതൊരു ചെറിയ പൂരത്തിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റോഡിനാണ് നമുക്ക് പോകേണ്ടത്. ഈ റോഡ് വഴിയൊക്കെ ഞാൻ കുറേ മുമ്പ് വന്നതാണ്. ഇപ്പോൾ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. കുറച്ച് വർഷങ്ങളായിട്ട് ഈ റോഡിനൊന്നും ഞാൻ വന്നിട്ടില്ല. അല്ലെങ്കിൽ ചാലിശ്ശേരി പോകുന്നതൊക്കെ ഈ വഴി കൂടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് ഏകദേശം പൂരത്തിൻ്റെ ഒരു പരിസര പ്രദേശത്തെത്തി. കോട്ടക്കാവ് എന്നൊരു അമ്പലത്തിലത്തെ പൂരമാണ്. കോട്ടക്കാവ് ഭഗവതി ക്ഷേത്രം പെരുമണ്ണൂർ എന്ന സ്ഥലത്താണ് ചാലിശ്ശേരി. അപ്പോൾ ആ റോഡ് നേരെയല്ല, റൈറ്റ് ചെറിയൊരു റോഡുണ്ട്. ആ റോഡിനാണ് പോകേണ്ടത്. ഞാനിപ്പോൾ ആ പൂരം നടക്കുന്ന അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പൂരത്തിൻ്റെ വൈബൊന്നും ഇല്ല. ഒന്ന് രണ്ട് കച്ചവടക്കാരും അമ്പലമാണ് ഈ കാണുന്നത്. അമ്പലം ഇത് സൈഡ് വ്യൂ ആണ്. കുറച്ച് പിള്ളേർ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ രണ്ട് കച്ചവടക്കാരും ഉണ്ട്. ഒരു വൈബ് കിട്ടുന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഉള്ള വലിയ പരിപാടികളോ അല്ലെങ്കിൽ വലിയ തിക്കും തിരക്കുള്ള പൂരമല്ല ഇത്. ഇത് നോക്കി എല്ലാ പൂരങ്ങളും അല്ലെങ്കിൽ അമ്പലങ്ങളുള്ള പ്രദേശങ്ങളൊക്കെ കൂടുതലും ഇങ്ങനെ സൈഡിലൊരു പാടം. ഇവിടെ നല്ല പാടപ്രദേശം, നല്ല ഗ്രാമഭംഗിയൊക്കെയാണ് പെരുമണ്ണൂർ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് നെല്ലൊക്കെ സെറ്റാക്കി അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് കണ്ടില്ലേ, നെല്ല് കൂട്ടിയിട്ടിരിക്കുകയാണ്. നല്ല പ്രദേശം, നല്ല ഗ്രാമം ഒക്കെയാണ്. ചെറിയൊരു ഉത്സവമാണത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് നല്ല വരവുകളും കാഴ്ചകളും കിട്ടാൻ ചാൻസ് ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മളെ ഒന്നും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ന് തന്നെ നമുക്ക് വേറൊരു ഉത്സവം കൂടിയുണ്ട്. ഞാൻ പിന്നെ അവിടേക്ക് പോകേണ്ട വെച്ചാൽ ഇങ്ങോട്ട് വന്നതാണ്. അപ്പം നമ്മളത് അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇപ്പോൾ 4:30 മണിയായി. സാധാരണ ഒരു ചെറിയ പൂരമാണെങ്കിലും 4:30 മണി നേരത്തൊക്കെ വരവുകളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടാവും. ഇപ്പോൾ ഞാനങ്ങനെ വന്ന വഴി തന്നെ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോയിട്ട് നമ്മൾ ഈ പൂനമൂച്ചി എന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് കപ്പൂർ എന്നുള്ള സ്ഥലത്തേക്ക് പോകുന്നത്. കപ്പൂർ എന്നുള്ള സ്ഥലത്ത് പോകുമ്പോൾ അവിടെയാണ് ഇനിയൊരു പൂരമുള്ള സ്ഥലമുള്ളത്. എൻ്റെ ഒരു കുറച്ച് ഫ്രണ്ട്സിൻ്റെ പ്രോഗ്രാമൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അവരുടെ ഒരു നാടൻ കലാരൂപമൊക്കെ ആയിട്ടുള്ള പ്രോഗ്രാമൊക്കെ ഉണ്ട്. ഇപ്പോൾ പോകുന്ന വഴി ഇത് തണ്ണീർക്കോട് എന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. തണ്ണീർക്കോട് ഇവിടെ അടുത്താണ് നമ്മുടെ പൊന്മുട്ടയിടുന്ന താറാവ് എന്ന സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ഒരു വീടും ആ പരിസരമൊക്കെ ചായക്കടയൊക്കെയുള്ള ഒരു ഏരിയയാണ് തണ്ണീർക്കോട്. അപ്പോൾ ഇതും ഒരു തണ്ണീർക്കോട് ശിവക്ഷേത്രത്തേക്കുള്ള വഴിയാണിത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു നല്ലൊരു വ്യൂ കണ്ടപ്പോൾ അങ്ങനെ സൈഡാക്കിയതാണ്. ഇനി നമ്മൾ ഇവിടുന്ന് കപ്പൂർ എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. ഓക്കെ, ഏകദേശം നമ്മളിവിടെ എത്താറായിട്ടാണ്. ആ ഒരു പൂരപ്രദേശത്ത് കാഞ്ഞിരത്താണി എന്നൊരു സ്ഥലം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ പൂരപ്പറമ്പിൽ എത്തിയിട്ടാ. കപ്പൂർ ഇവിടെ കുന്നത്തുകാവ്, കൊള്ളന്നൂർ കുന്നത്തുകാവാണ് പൂരം. ഓക്കെ,
സംഭവം ഇങ്ങോട്ടേ പ്രതീക്ഷിക്കാതെ വന്നതുകൊണ്ട് പൂരം അടിപൊളിയായി. ആദ്യത്തെ പൂരപ്പറമ്പിൽ പോയി പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നതല്ലേ, അടിപൊളി പൂരം. കുറച്ചുകൂടി കാഴ്ചയുണ്ട്. അവിടെ അത് ഗാനമേളയൊക്കെ തുടങ്ങുന്നുണ്ടാ. ബാക്കിലത്തെ വ്യൂ നോക്കി, ഈ പാടത്തുനിന്ന് ബാക്കിലായിട്ട് നിലാവ് കണ്ടില്ലേ, നിലാവുള്ള രാത്രി ആരും ചിന്തിച്ചിരിക്കാനില്ല. അയ്യോ അടിപൊളി. അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ നല്ലൊരു വ്യൂ ആണ്. അങ്ങനെ പൂരക്കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോവുകയാണ്. പിന്നെ ആ തെയ്യത്തിൻ്റെ വേഷം കെട്ടിയുള്ളത് നമ്മൾ അറിയുന്ന ടീമാണ് കേട്ടോ. അവരുടെ ടീമിൻ്റെ പ്രോഗ്രാമിൻ്റെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷേ അത് അവരുടെ പ്രോഗ്രാം മാത്രമായിട്ട്, ഇതിപ്പോൾ പിന്നെ പൂരം മാത്രമായിട്ടില്ല. ആദ്യ ഒരു സ്ഥലത്ത് പൂരത്തിന് പോയി അവിടെ വൈബില്ലാതെ കാരണം ഇവിടെ പോയി. ഇവിടെ പ്രതീക്ഷിക്കാതെ പോയ കാരണം നല്ലൊരു വൈബായി. അപ്പോൾ ഓക്കെ, വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.